അടുത്ത് നോക്കുന്നത് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിയിൽ സ്റ്റാർച്ച് സിന്തസിസ് നടക്കുന്നത്, അത് എന്തിന് എക്സാമ്പിളാണ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്ന കാര്യമാണ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പി. ഇത് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റാർച്ച് സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ് ബി ജീനാണ് സ്റ്റാർച്ച് സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ ബി ജീൻ സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്ത് ഇതിൻ്റെ സൈസിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നു, ഷേപ്പിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് 3 കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ബി ജീൻ കൺട്രോൾ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പിയുടെ സീഡിൻ്റെ. ഓക്കെ ആണല്ലോ. ബി ജീൻ അതിൻ്റെ ഫങ്ഷണൽ സിന്തസിസ് ഓഫ് സ്റ്റാർച്ച്, അങ്ങനെ അത് ആ സീഡിൻ്റെ സൈസിനെയും ഷേപ്പിനെയും ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ബി ജീൻ നമുക്ക് 3 കണ്ടീഷനിൽ നമുക്ക് എഴുതാൻ കഴിയും. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വരാം, ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന കണ്ടീഷൻ, സ്മോൾ ബി 3 കണ്ടീഷൻ വരാം. ഈ ക്യാപിറ്റൽ ബിയിൽ ഉണ്ടാകുന്ന സീഡ് എന്ന് പറയുന്നത് മറ്റൊരു വലിയ സീഡായിരിക്കും. ക്യാപിറ്റൽ ബി സ്മോൾ ബിയിൽ ഒരു ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സീഡ് ആയിരിക്കും. എന്നാൽ സ്മോൾ ബിയിൽ ചെറിയൊരു സീഡ് ഉണ്ടാവും. മാത്രമല്ല ചെറിയ സീഡ് ഇങ്ങനെ ചുളിഞ്ഞിരിക്കും. അപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. ഇതിന്റെ സൈസ് ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് ഇന്റർമീഡിയറ്റ് സൈസ് ആയിരിക്കും. സ്മോൾ ബി എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് റൗണ്ട് ആയിരിക്കും, ഇതും റൗണ്ട് തന്നെ ആയിരിക്കും. എന്നാൽ ഇത് റിങ്കിൾഡ് ആയിരിക്കും, ചുളുങ്ങിയതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ സൈസ് ലാർജ് സൈസ് ആണ്, ഷേപ്പ് റൗണ്ട് ആണ്. ഇത് ഇന്റർമീഡിയറ്റ് സൈസ് ആണ്, പക്ഷെ ഷേപ്പ് റൗണ്ട് തന്നെയാണ്. ഇത് സ്മോൾ സൈസ്ഡ് ആണ്, പക്ഷെ ഷേപ്പ് റിങ്കിൾഡ് ഷേപ്പാണ്, ചുളുങ്ങിയിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പറയേണ്ട നോക്കിയോളൂ. ക്യാപിറ്റൽ ബി ഒരു ക്യാരക്ടർ, ക്യാപിറ്റൽ ബി സ്മോൾ ബി ഒരു ക്യാരക്ടർ, സ്മോൾ ബി ഒരു ക്യാരക്ടർ. അപ്പൊ നമുക്ക് പറയാം സൈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു അല്ലേ. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഒരേ ക്യാരക്ടർ ആയിരുന്നു, അത് ഡോമിനൻസ് ആയിരുന്നു. എന്നാൽ ഫ്ലവർ കളറിന്റെ കേസിൽ ക്യാപിറ്റൽ ആർ റെഡും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്കും, സ്മോൾ ആർ വൈറ്റും വന്നതുപോലെ ഇവിടെയും ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് സൈസിന്റെ കാര്യത്തിൽ. ഇവിടെ ഒരു സൈസ്, ഇവിടെ വേറൊരു സൈസ്, ഇവിടെ വേറൊരു സൈസ്. അപ്പൊ ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. നല്ലത് നോക്കുക. ക്യാപിറ്റൽ ബിയും റൗണ്ട് ഷേപ്പ് തന്നെയാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ബിയും റൗണ്ട് ഷേപ്പ്. ഇത് ഷേപ്പിന്റെ കാര്യമാണ്. ഫസ്റ്റ് സൈസിന്റെ കാര്യമായിരുന്നു പറഞ്ഞു, അത് കഴിഞ്ഞു. ഇനി ഷേപ്പിന്റെ കാര്യമാണ്. ക്യാപിറ്റൽ ബി റൗണ്ട് ആണ്, ക്യാപിറ്റൽ ബി സ്മോൾ ബിയും റൗണ്ട് ആണ്, സ്മോൾ ബി റിങ്കിൾഡ് ആണ്, ചുളുങ്ങിയതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കാണിക്കുന്നത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്, അല്ലെങ്കിൽ ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പി ഇൻ കേസ് ഓഫ് ഷേപ്പ് ആണെങ്കിൽ അവർ ഡോമിനൻസ് കാണിക്കുന്നു, ഇൻ കേസ് ഓഫ് സൈസ് ആണെങ്കിൽ അവർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു. പിന്നെ അവർ 2 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെ, സൈസിനെയും കൺട്രോൾ ചെയ്യുന്നു, ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി. ഓക്കെ ആണല്ലോ. ഇതാണ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പിയുടെ കേസ് പറഞ്ഞിരിക്കുന്നത്. ബി ജീൻ സൈസിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു, ബി ജീൻ ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നു, അതുകൊണ്ട് ഡോമിനൻസ് കാണിക്കുന്നു. സിൻസ് ദിസ് ജീൻ കൺട്രോൾസ് 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഷേപ്പിനെയും സൈസിനെയും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് പ്ലിയോട്രോപ്പിക് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എൻട്രൻസിന്റെ ബേസിൽ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പി. ഓക്കെ ആണല്ലോ. അപ്പൊ അത് എന്തിനൊക്കെ എക്സാമ്പിൾ ആണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്, ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്, സെയിം ടൈം പ്ലിയോട്രോപ്പിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി എക്സ്ട്രാ ഒരു പോയിന്റ് ഞാൻ പറയാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, വെറുതെ ഓർമ്മിച്ച് വെച്ചാൽ മതി. എൻട്രൻസിന്റെ പോയിന്റിന് വേണ്ടി നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി 2 കാര്യങ്ങൾ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഈ 2 കാര്യങ്ങളും ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ഇവിടെ നോക്കി, ഇവിടെ ഒരു 2 ബി ജീൻ വന്നപ്പം ഒരു ക്വാണ്ടിറ്റി, ഒരാള് ക്വാണ്ടിറ്റിയുടെ കുറഞ്ഞു പോയപ്പോഴത്തേക്ക് സൈസ് ഇന്റർമീഡിയറ്റ് ആയി, സൈസ് കുറഞ്ഞു. അപ്പൊ ക്വാണ്ടിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വിളിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. അതേസമയം ഡോമിനൻസ് നോക്കിയേ, ഉണ്ട് ക്വാണ്ടിറ്റി നോക്കുന്നില്ല. 1 ബി ആണോ 2 ബി ആണോ എന്ന് നോക്കുന്നില്ല. 1 ബി ആണെങ്കിലും 2 ബി ആണെങ്കിലും 2 കേസ് ആണെങ്കിലും ശരി റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ, ക്യാപിറ്റൽ ബി ജി അവിടെ ഉണ്ടോ ഇല്ലെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം ഡോമിനൻസ് ഒക്കെ ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്, ക്വാളിറ്റേറ്റീവിന് എക്സാമ്പിൾ ആണ് ഡോമിനൻസ് ഒക്കെ. എന്നാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇത് രണ്ടും
ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ് കാര്യം ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്വാണ്ടിറ്റി. ഓക്കെ ആണല്ലോ. ഇതുണ്ടാക്കുന്ന ജീനിന്റെ പ്രോഡക്റ്റിനെയും ഈ ജീനിന്റെ പ്രോഡക്റ്റിനെയും, അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ വേറൊരു എഫക്റ്റ്, ഇവിടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേറൊരു എഫക്റ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ടോപ്പിക് കഴിഞ്ഞു. ഈ ഒരു ടോപ്പിക് മോണോഹൈബ്രിഡ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൈഹൈബ്രിഡ് എന്നാൽ രണ്ട് ക്യാരക്ടറിനെ കൺസിഡർ ചെയ്യുന്ന ക്രോസിനെയാണ്, അല്ലെങ്കിൽ രണ്ട് ജീനിനെ കൺസിഡർ ചെയ്യുന്ന ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ രണ്ട് ക്യാരക്ടറിനെ അല്ലെങ്കിൽ രണ്ട് ജീൻസിനെ കൺസിഡർ ചെയ്യുന്ന ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇതിനു വേണ്ടി മെന്റൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറും കൂടിയുള്ളതാണ്. സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ. സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറും എടുത്തത്. സീഡ് ഷേപ്പിന്റെ പ്യുവർ ലൈൻ, അതായത് റൗണ്ട് യെല്ലോ. സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് റിങ്കിൾഡ് ആയിരുന്നു അല്ലെ ഷേപ്പ്. അപ്പോൾ റൗണ്ട് യെല്ലോ, റൗണ്ടും റിങ്കിൾഡുമായിരുന്നു. റൗണ്ട്, അടുത്ത കളർ പറയുകയാണ് യെല്ലോ. യെല്ലോ ഈസ് ഡോമിനന്റ് ഓവർ, യെല്ലോ ആയിരുന്നു ഡോമിനന്റ്. റിസസീവ് എന്ന് പറയുന്നത് ഗ്രീൻ ആയിരുന്നു റിസസീവ് ആണല്ലോ. ഇവിടെ റൗണ്ട് ഡോമിനന്റ് ആയിരുന്നു, റിങ്കിൾഡ് റിസസീവ് ആയിരുന്നു. ഇവിടെ യെല്ലോ ഡോമിനന്റ് ആണ്, ഗ്രീൻ റിസസീവ് ആണ്. ഇത് സീഡിന്റെ സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് പ്യൂർ ലൈൻ ആണെങ്കിൽ റൗണ്ടിന് നമുക്ക് എഴുതാം ക്യാപിറ്റൽ ആർ ആയിരിക്കും റൗണ്ടിന്റെ ജീനോടൈപ്പ് അല്ലെ. അതുപോലെ യെല്ലോയുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ വൈ. കാര്യം നമുക്കറിയാം ഇത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. പ്യൂർ ലൈൻസ് ആണ്. പ്യൂർ ലൈൻസ് ആർ ഓൾവേസ് ഹോമോസൈഗസ് എന്നുള്ള കാര്യം അറിയാം. ഇത് റിസസീവ് ആണ്. റിസസീവ് ആണെങ്കിൽ റിങ്കിൾഡ് എന്നുള്ളതിന്റെ എന്തായിരിക്കും, ഇവിടെ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ സ്മോൾ ആർ ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ വൈ വന്നതുകൊണ്ട് ഇവിടെ സ്മോൾ വൈ ആവും. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുകയാണ്. ഇവിടെ ഗ്യാമീറ്റ്സ് ഒരു ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവുകയുള്ളൂ. ആ ഗ്യാമീറ്റിൽ തന്നെ ക്യാപിറ്റൽ ആറും ഉണ്ടാവും ക്യാപിറ്റൽ വൈയും ഉണ്ടാവും. നിങ്ങൾ ഇത് ഇങ്ങനെ എഴുതരുത്, തെറ്റാണ്. കാര്യം ഇവിടെ നമ്മൾ രണ്ട് ക്യാരക്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാമീറ്റിനുള്ളിൽ രണ്ട് അലീൽ വരണം. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്താ ഒരലീലേ വരുള്ളൂ എന്ന് പറയുന്നത്, ഒരു ക്യാരക്ടറിന്റെ ഒരലീലാണ്. ഇവിടെ നമ്മൾ രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ രണ്ട് ജീനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ രണ്ട് ജീനിന്റെ ഓരോ അലീൽ വെച്ച് വരും. ഇവിടെ ടോട്ടൽ 4 അലീൽ വരും. അപ്പൊ ഗ്യാമീറ്റിന്റെ ഉള്ളിൽ ടോട്ടൽ 2 അലീൽ വരും. ഓരോ ജീനിന്റെയും ഓരോ അലീൽ, നോട്ട് ദ പോയിന്റ്, ഓരോ ജീനിന്റെയും ഓരോ അലീലാണ് ഗ്യാമീറ്റിൽ വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതാൻ പാടില്ല, തെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഗ്യാമീറ്റിന്റെ ഉള്ളിൽ ക്യാപിറ്റൽ ആർ അലീലും ഉണ്ടാകും ക്യാപിറ്റൽ വൈ അലീലും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നെടുക്കുകയാണെങ്കിൽ സ്മോൾ ആർ അലീലും സ്മോൾ വൈയും അലീലുമുള്ള ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗ്യാമീറ്റിലും സ്മോൾ ആറും ഉണ്ടാകും സ്മോൾ വൈയും ഉണ്ടാകും. അതുപോലെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗ്യാമീറ്റിലും ക്യാപിറ്റൽ ആറും ഉണ്ടാകും ക്യാപിറ്റൽ വൈയും ഉണ്ടാകും. അങ്ങനെ F1 ഉണ്ടാവുന്ന രണ്ട് കമ്പൈൻ ചെയ്ത് F1 പ്രോജനി ഉണ്ടാവുന്നു. F1 പ്രോജനി, F1 അറിയാമല്ലോ ഫിലിയൽ, ഫസ്റ്റ് ഫിലിയൽ ആണ് F1 പ്രോജനി ഉണ്ടാവുന്നത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇപ്പോൾ മെന്റലിന്റെ ലോ അനുസരിച്ച്, ലോ ഓഫ് ഡോമിനൻസ് അനുസരിച്ച് ഇത് നോക്കുമ്പോൾ ഇതിന് റൗണ്ട് ക്യാരക്ടറും കാണിക്കും. കാര്യം റൗണ്ട് ഈസ് ഡോമിനന്റ് ഓവർ ക്യാപിറ്റൽ ആർ ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ വൈ. അതുകൊണ്ട് ഇവിടെ റൗണ്ട് നേച്ചറും കാണിക്കും പ്ലസ് ഈ യെല്ലോ നേച്ചറും കാണിക്കും. അപ്പോൾ റൗണ്ട് യെല്ലോ, കാര്യം ഇത് രണ്ടുമായിരുന്നു ഡോമിനന്റ് ക്യാരക്ടർ. ഈ രണ്ട് അല്ലിലും രണ്ട് സ്വഭാവങ്ങളും കാണിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് F2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. F2 ഈസ് ഓൾവേസ് സെൽഫിങ് ഓഫ് F1 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ F1നെ സെൽഫിങ് ചെയ്യണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഓക്കെ ആണല്ലോ. ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗ്യാമീറ്റ് എന്ന് പറയാമോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ് ഉണ്ടാകും. അതായത് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും കൂടി ഉള്ളൊരു ഗ്യാമീറ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും വരുന്നൊരു ഗ്യാമീറ്റ് ഫോം ചെയ്യാം. ക്യാപിറ്റൽ ആറും സ്മോൾ വൈയും കൂടി ഉള്ളൊരു ഗ്യാമീറ്റ് ഫോം ചെയ്യാം. മനസ്സിലായിട്ടുണ്ടല്ലോ. ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈ വരാം, ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം സ്മോൾ വൈ വരാം. അതുപോലെ സ്മോൾ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈ വരാം. അപ്പൊ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞൊരു ഗ്യാമീറ്റ് ഫോം ചെയ്യാം. സ്മോൾ ആർ സ്മോൾ വൈ എന്നൊരു ഗ്യാമീറ്റും ഫോം ചെയ്യാം. അങ്ങനെ 4 ടൈപ്പ് ഗ്യാമീറ്റ് ഇവിടെ ഫോം ചെയ്യാം. 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ് ഇവിടെ ഫോം ചെയ്യാം. ഇവിടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും കൂടി വരാം, ക്യാപിറ്റൽ ആറും സ്മോൾ വൈയും കൂടി വരാം, സ്മോൾ ആറും ക്യാപിറ്റൽ വൈയും കൂടി വരാം, സ്മോൾ ആറും സ്മോൾ വൈയും കൂടി വരാം. അപ്പൊ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈ വരാം,
ക്യാപിറ്റൽ ആറിൻ്റെ ഒപ്പം സ്മോൾ വൈ വരാം, സ്മോൾ ആറിൻ്റെ ഒപ്പം ക്യാപിറ്റൽ വൈ വരാം, സ്മോൾ ആറിൻ്റെ ഒപ്പം സ്മോൾ വൈ വരാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിത് ഇങ്ങനെ ക്രോസ് വരയ്ക്കാൻ കഴിയില്ല, നമുക്ക് ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പിന്നറ്റ് സ്ക്വയർ വരയ്ക്കണം. ഓക്കെ ആണല്ലോ. നമ്മളിനി ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പിന്നറ്റ് സ്ക്വയർ വരയ്ക്കണം. അതാണ് നമ്മളിനി അടുത്ത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ പിന്നറ്റ് സ്ക്വയർ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് കമ്പൈൻ ചെയ്തപ്പോൾ ഇതാണ് പിന്നറ്റ് സ്ക്വയറിലെ ഒരു പ്ലാനിന്റെ ഗ്യാമീറ്റിനെ നമ്മൾ ഇവിടേക്ക് എഴുതി, ഒരു സെറ്റ് ഓഫ് ഗ്യാമീറ്റിനെ ഇങ്ങോട്ടും എഴുതി, അടുത്ത സെറ്റ് ഓഫ് ഗ്യാമീറ്റ്സിനെ നമ്മൾ ഇവിടേക്കും എഴുതി. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ കൂടെ വരാം, ക്യാപിറ്റൽ വൈയും വരാം അല്ലേ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഈ കണ്ടീഷൻ ആണെങ്കിലോ ക്യാപിറ്റൽ ആറും ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ വൈ ഉണ്ട്, സ്മോൾ വൈ ഉണ്ട്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ശരിയാണല്ലോ. അപ്പോൾ എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇത് എടുത്തു കഴിഞ്ഞാലും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നമ്മൾ ആദ്യം ക്യാപിറ്റൽ ആർ എഴുതാമെന്ന് പറഞ്ഞു. ഇതെടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അടുത്തതും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അടുത്തത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ വൈ. അടുത്തത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അടുത്തത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അടുത്തത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അടുത്തത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അടുത്തത് ലാസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അടുത്തത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അടുത്തത് സ്മോൾ ആർ സ്മോൾ വൈ. ഓക്കെ, ഇതാണ് ജീനോടൈപ്പ്. നമുക്ക് ഇനി ഫീനോടൈപ്പ് എഴുതാം. ഇത് റൗണ്ട് ആയിരിക്കും, യെല്ലോ ആയിരിക്കും അല്ലേ. ഇതും റൗണ്ട് ആണ്, ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് ഇത് റൗണ്ട് ആയിരിക്കും, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ ആയിരിക്കും. ഇത് അതുപോലെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് ആയിരിക്കും, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ ആയിരിക്കും. ഇതും അതുപോലെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് ആയിരിക്കും, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ ആർ ഉണ്ട് അതുകൊണ്ട് റൗണ്ട് ആയിരിക്കും, ക്യാപിറ്റൽ വൈ ഉണ്ട് അതുകൊണ്ട് യെല്ലോ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ ആർ ഉണ്ട് അതുകൊണ്ട് റൗണ്ട് ആണ്, ക്യാപിറ്റൽ വൈ ഇല്ല, സ്മോൾ വൈ ആണ്. അപ്പൊ എന്തായിരിക്കും? റൗണ്ട് ഗ്രീൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ, റൗണ്ട് ഗ്രീൻ ആയിരിക്കും. ഇത് ഫീനോടൈപ്പിന്റെ ഷോർട്ട് ഫോം ആണ്, അതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ ഇടാന്ന് ഞാൻ റെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത്. ഫീനോടൈപ്പ് ആണ്, അതുകൊണ്ട് റൗണ്ട് യെല്ലോ എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇത് ജീനോടൈപ്പ് ആണ്, ബ്ലാക്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ജീനോടൈപ്പ്. ഇത് ഫീനോടൈപ്പിന്റെ ഷോർട്ട് ഫോം ആണ്. റൗണ്ട് യെല്ലോ എഴുതാൻ സമയം ഇല്ലാത്തത് കൊണ്ടല്ല, സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാപിറ്റൽ ആർ വൈ എന്ന് ഇട്ടേക്കുന്നതാണ്, റൗണ്ട് യെല്ലോ എന്ന് ഇട്ടേക്കുന്നതാണ്. ഓക്കെ, ഇത് റൗണ്ട് ഗ്രീൻ വരും. ഇനി ഇത് നോക്കിയാലോ, ഇത് ക്യാപിറ്റൽ ആർ ഉണ്ടാവുകൊണ്ട് റൗണ്ട് ആണ്, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഓക്കെ, ഇത് ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് ആണ്, ക്യാപിറ്റൽ വൈ ഇല്ല, സ്മോൾ വൈ ഉള്ളൂ. അപ്പൊ ഇത് എന്ത് വരും? ഗ്രീൻ വരും. ഇത് അതുപോലെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് വരും, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഇതും ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് വരും, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഇത് ക്യാപിറ്റൽ ആർ ഇല്ല, സ്മോൾ ആർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? റിങ്കിൾഡ് വരും. ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഇതും അതുപോലെ ക്യാപിറ്റൽ ആർ ഇല്ല, സ്മോൾ ആറേ ഉള്ളൂ. അപ്പോൾ റിങ്കിൾഡ്. ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഇത് ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് വരും, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഇത് ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് വരും, ക്യാപിറ്റൽ വൈ ഇല്ല, അപ്പോൾ ഗ്രീൻ വരും, റൗണ്ട് ഗ്രീൻ വരും. ഇത് ക്യാപിറ്റൽ ആർ ഇല്ല, അപ്പോൾ റിങ്കിൾഡ് വരും. പക്ഷെ വൈ ഉണ്ട്, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ വരും. ഇത് ക്യാപിറ്റൽ ആറും ഇല്ല, ക്യാപിറ്റൽ വൈയും ഇല്ല, അപ്പോൾ റിങ്കിൾഡ് ഗ്രീൻ ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഫിനോടൈപ്പും ജീനോടൈപ്പും ഒക്കെ എഴുതുക. ഓക്കെ ആണല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ നോക്കുക, ഇതിൽ എത്ര റൗണ്ട് യെല്ലോ എത്ര ഉണ്ടെന്ന് നോക്കിയോളൂ. റൗണ്ട് യെല്ലോ എത്ര നമുക്ക് കിട്ടിയത്? റൗണ്ട് യെല്ലോ ഉണ്ട്, ഇനി റൗണ്ട് ഗ്രീൻ ഉണ്ട്, തന്നെ റിങ്കിൾഡ് യെല്ലോ എവിടെയൊക്കെ ഉണ്ട്, റിങ്കിൾഡ് യെല്ലോ. അടുത്തത് റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം എത്ര എണ്ണമൊക്കെ വെച്ച് കിട്ടി. നമുക്ക് ഫിനോടൈപ്പിന്റെ റേഷ്യോ കാണാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7,
8 9 എണ്ണം റൗണ്ട് യെല്ലോ 1 2 3 4 5 6 7 8 9 ഇതൊക്കെ റൗണ്ട് ഗ്രീൻ ആണ്. അപ്പൊ 9 റൗണ്ട് യെല്ലോ ആണ്. ഞാൻ റൗണ്ട് ഗ്രീൻ നോക്കിക്കോളൂ. എവിടെ ഒരു റൗണ്ട് ഗ്രീൻ, ഇവിടെ ഒരു റൗണ്ട് ഗ്രീൻ, ഇവിടെ ഒരു റൗണ്ട് ഗ്രീൻ. അപ്പൊ റൗണ്ട് ഗ്രീൻ 3 എണ്ണം 3. ഇനിയും ഇനി 4 ഉള്ളൂ ബാക്കിയുള്ളത്. ഇത് റിങ്കിൾഡ് യെല്ലോ ആണ്. 1 2 3 എണ്ണം റിങ്കിൾഡ് യെല്ലോ. അപ്പൊ റിങ്കിൾഡ് യെല്ലോ 3. ഒരെണ്ണം മാത്രമാണ് റിങ്കിൾഡ് ഗ്രീൻ വന്നിരിക്കുന്ന, ഒരെണ്ണം മാത്രമാണ് 1. ഓക്കെ ആണല്ലോ. അപ്പൊ മെന്റലിന് അങ്ങനെ ഫീനോടൈപ്പിക് റേഷ്യോ കിട്ടി. മെന്റലിന് കിട്ടിയ ഫീനോടൈപ്പിക് റേഷ്യോ ആയിരുന്നു 9:3:3:1. ഇത് ഡൈഹൈബ്രിഡ് റേഷ്യോ ആണ്. അപ്പൊ മോണോഹൈബ്രിഡ് റേഷ്യോ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? മോണോഹൈബ്രിഡ് റേഷ്യോ ആയിരുന്നു 3:1 ആയിരുന്നു മോണോഹൈബ്രിഡ് റേഷ്യോ. ഓക്കെ ആണല്ലോ. 3:1 ആണ് മോണോഹൈബ്രിഡ് റേഷ്യോ. നിങ്ങളൊന്ന് നോക്കുക, ഈ 9:3:3:1 ഈ 3:1 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആലോചിച്ച് നോക്കുക. നമുക്കത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റിലേഷൻ ഉണ്ട്, എന്താണെന്ന് നമുക്കത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മോണോഹൈബ്രിഡ് റേഷ്യോ 3:1, ഡൈ ഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ 9:3:3:1. ഇത് ഡൈ ഹൈബ്രിഡ് ഫിനോടൈപ്പിക്, ഇത് മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക്. നമുക്ക് ജീനോടൈപ്പിക് റേഷ്യോ എന്ന് നോക്കാം. എന്താ നോക്കിയോളൂ. ഒരാള് ക്യാപില്ലാർ ക്യാപിറ്റൽ വൈ വന്നു. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നത് ജീനോടൈപ്പിക് റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. ജീനോടൈപ്പിക് റേഷ്യോ ഒരെണ്ണം ക്യാപില്ലാർ ക്യാപിറ്റൽ വൈ ഒരെണ്ണം വന്നു. നോക്കിയോളൂ. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 2 എണ്ണം. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 2 എണ്ണം. അത് ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇനി നോക്കാം. ക്യാപില്ലാർ സ്മോൾ വൈ ഒരെണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 1:2:1 കിട്ടിയതാ. അത് ക്യാപില്ലാർ വൈ ഒരെണ്ണം. ഇത് 2 എണ്ണം. ഇത് ഒരെണ്ണം. ഓക്കെ ആണല്ലോ. ഇനി ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഇത് നോക്കിയേ. ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അത് എത്ര കിട്ടി? 2 എണ്ണം കിട്ടി. നോക്കിയോ, ഇതാ നോക്കിയോ. ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എല്ലാം സെയിം ആണ്. ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 1, ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 2, ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 3, ക്യാപില്ലാർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 4 എണ്ണം കിട്ടി അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയോളൂ. ക്യാപില്ലാർ സ്മോൾ ആർ സ്മോൾ വൈ ഇത് കണ്ടോ? ക്യാപില്ലാർ സ്മോൾ ആർ സ്മോൾ വൈ അത് തന്നെയാണ് ഇതും. ക്യാപില്ലാർ സ്മോൾ ആർ സ്മോൾ വൈ. അപ്പൊ അഗൈൻ നമുക്ക് അടുത്തത് 2 എണ്ണം കിട്ടി. നോക്കിയോളൂ. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോക്കിയാൽ കാണാം. അത് ഒരെണ്ണം. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അതും 2 എണ്ണം കിട്ടി. ലാസ്റ്റിൽ സ്മോൾ ആർ സ്മോൾ വൈ ഒരെണ്ണം. അപ്പൊ ഇതാണ് ജീനോടൈപ്പിക് റേഷ്യോ. ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ആണ് 1:2:1:1, 1:2:1:2, 2:4:2:1, 1:2:1. ഇതാണ് ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. എന്നാൽ മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ഓർമ്മയുണ്ടോ? മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആയിരുന്നു അല്ലേ? അതിനല്ലേ ഇതായത്? അത് തന്നെയല്ലേ ലാസ്റ്റിലും വന്നിരിക്കുന്നത്? അതിന്റെ ഡബിൾ അല്ലേ കിടക്കുന്നത്? 1:2:1 അതിന്റെ ഡബിൾ ആണല്ലോ 2:4:2, അഗെയിൻ 1:2:1. അപ്പൊ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലേ? ജീനോടൈപ്പിക് റേഷ്യോ, മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ, ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇത് ആദ്യം വന്നിരിക്കുന്നതും അവസാനം വന്നിരിക്കുന്നതും മോണോഹൈബ്രിഡ് ആണ്. അതിന്റെ ഡബിൾ വന്നിരിക്കുന്നതിന്റെ നടുക്ക് വന്നിരിക്കുന്നതിന്റെ ഡബിൾ. ഇതാണ് ഡൈഹൈബ്രിഡ് റേഷ്യോ. ഓക്കെ ആണല്ലോ? ഡൈഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ ആണല്ലോ? ഇനിയും ഫീനോടൈപ്പിക് റേഷ്യോയ്ക്ക് ഒരു സ്പെഷ്യൽ നമ്മൾ പറഞ്ഞു. ഇത് തമ്മിൽ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. എന്താണെന്ന് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കൂ. ഈ രണ്ടെണ്ണം അല്ല, സോറി, ഇതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതും തമ്മിൽ. ഇത് മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക്, ഇത് ഡൈഹൈബ്രിഡ് ഫിനോടൈപ്പിക്. ഞാൻ എന്ന് പറഞ്ഞു, സോറി. ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മോണോഹൈബ്രിഡ് ആണല്ലോ, ഇത് ഡൈഹൈബ്രിഡ് ആണല്ലോ. ഡൈഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ 2 ജീനിനെ കൺസിഡർ ചെയ്തു. ഓക്കെ ആണല്ലോ? ഒരു ജീനിനെ തന്നെ ഇവിടേക്ക് നോക്കാം. ഒരു ജീനിനെ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേനെ?
3:1 കിട്ടിയേനെ ആണല്ലോ. എന്നാൽ രണ്ട് ജീനിനെ കൺസിഡർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3:1 ഇൻറ്റു 3:1 നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇത് 3:1 ഇൻറ്റു 3:1 ആണ് ഇതായി കിടക്കുന്നത്. അതാണ് നമുക്ക് കിട്ടുന്നത് 9 സ്ക്വയർ ഈസ് ടു 2 ഇൻറ്റു 3:1 സ്ക്വയർ. അതായത് 9 സ്ക്വയർ അല്ല 3 സ്ക്വയർ ഈസ് ടു 2 ഇൻറ്റു 3:1. അതായത് 3 സ്ക്വയർ 9 ഈസ് ടു 2 ഇൻറ്റു 3 എന്ന് എഴുതി ഈസ് ടു 1. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് പറയാം 1 ഡൈഹൈബ്രിഡ് is equivalent to 2 monohybrid നമുക്ക് പറയാം. 1 ഡൈഹൈബ്രിഡ് is equivalent to 2 monohybrid എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇതാണ് മെൻഡലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ് പറഞ്ഞേക്കുന്നത്. റൗണ്ട് യെല്ലോ വെച്ചിട്ടാണ്. റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും വെച്ചിട്ടാണ്. റൗണ്ട് യെല്ലോയും നമുക്കറിയാം മെൻഡൽ സെലക്ട് ചെയ്ത് പ്യുവർ ലൈൻസിനെയാണ്. അതുകൊണ്ട് തന്നെ റൗണ്ട് യെല്ലോയും നമുക്ക് ക്യാപിറ്റൽ വൈ എന്ന് എഴുതാം. റിങ്കിൾഡ് ഗ്രീനിനെ നമുക്ക് സ്മോൾ ആർ സ്മോൾ വൈ എന്ന് എഴുതാം. ഇവിടെ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എല്ലാ ഗ്യാമീറ്റിലും നമ്മൾ 2 ജീൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് കേസിൽ മോണോഹൈബ്രിഡിന്റെ കേസിൽ നമ്മൾ ഒരു ജീനായിരുന്നു കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് ഒരു ഗ്യാമീറ്റിൽ ഒരു അലീൽ. ഇവിടെ നമ്മൾ 2 ജീൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഗ്യാമീറ്റിൽ 2 അലീൽ വരണം. ഓരോ ജീന്റെയും ഓരോ അലീൽ റൗണ്ട് അല്ലെങ്കിൽ ആറിന്റെ അലീൽ യെല്ലോ അല്ലെങ്കിൽ യെല്ലോയുടെ വൈയുടെ ഒരു അലീൽ വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ക്യാപിറ്റൽ ആർ ഉള്ള ഗ്യാമീറ്റും ക്യാപിറ്റൽ വൈ ഉള്ള ഗ്യാമീറ്റും. ഇവിടെ ഇവിടെ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. സ്മോൾ ആർ ഉള്ളതും സ്മോൾ വൈ ഉള്ളതും അവിടെ കമ്പൈൻ ചെയ്യുന്നു. ഇപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കിട്ടിയത് റൗണ്ട് യെല്ലോ ആയിരുന്നു. കാര്യം ആർ ഈസ് ഡോമിനന്റ് ഓവർ ക്യാപിറ്റൽ ആർ ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ വൈ. അതുകൊണ്ട് റൗണ്ട് യെല്ലോ ആണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നമ്മൾ F2 ജനറേഷനിലേക്ക് പോവുകയാണ്. F2 is always selfing of F1 എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ പ്ലാനിനോട് തന്നെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 4 ടൈപ്പ് ഗ്യാമീറ്റ് കിട്ടി അല്ലേ. ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈ വരാം, ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം സ്മോൾ വൈ വരാം, സ്മോൾ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈ വരാം, സ്മോൾ ആറിന്റെ ഒപ്പം സ്മോൾ വൈ വരാം. അതുപോലെ ഇവിടെ നമുക്ക് എഴുതാം. അപ്പം നമുക്കിത് അല്ലാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. നമുക്കതിന് പ്യൂണൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു ടൈപ്പ് ഗ്യാമീറ്റിനെ ഇങ്ങോട്ടും എഴുതി, ഒരു ടൈപ്പ് ഗ്യാമീറ്റിനെ നമ്മൾ ഇവിടെ എഴുതി. രണ്ടും തമ്മിൽ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഫിനോടൈപ്പിക് റേഷ്യോ ഡൈഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ ആയിരുന്നു 9:3:3:1. ജീനോടൈപ്പിക് റേഷ്യോ ആണ് 1:2:1:2:4:2:1:1:2:1. ഓക്കെ ആണല്ലോ. 1:2:1:2:4:2:1:1. ഓക്കെ ആണല്ലോ. എന്നാൽ മോണോഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ ആയിരുന്നു 3:1. മോണോഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ആയിരുന്നു 1:2:1. ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇവിടെയും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. നോക്കിയോളൂ, നമ്മൾ യൂസ് ചെയ്ത പ്ലാന്റ് ഏതൊക്കെ ആയിരുന്നു? റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും ആയിരുന്നു. ഇവിടെയൊക്കെ നോക്കുക. ഇവിടെ കിട്ടിയത് റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും നമുക്ക് കിട്ടി. പക്ഷേ ഈ കൂട്ടത്തിലില്ലാത്ത 2 ന്യൂ കോമ്പിനേഷൻസ് കൂടി നമുക്ക് കിട്ടി അല്ലേ. ഇങ്ങനത്തെ 2 ന്യൂ കോമ്പിനേഷൻസ് കൂടി നമുക്ക് കിട്ടി. നമ്മൾ ഈ ന്യൂ കോമ്പിനേഷൻസിനെ നമ്മളൊരു പേര് പറയും. ഇങ്ങനെ കിട്ടിയ ഈ ന്യൂ കോമ്പിനേഷനെ നമ്മളൊരു പേര് പറയും. അതിനെ പറഞ്ഞാൽ പുതിയ കോമ്പിനേഷൻ അല്ലേ. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനന്റ് പ്രോജനീസ് എന്ന് വിളിക്കും. ഇങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനന്റ് പ്രോജനീസ്. പിന്നീട് ആവശ്യം വരും ഇതിന്റെ കാര്യം. റീകോമ്പിനന്റ് പ്രോജനീസ് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആവശ്യം വരും. എന്നാൽ ഇവരെ പോലെ ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരന്റൽ ടൈപ്പ്. പാരന്റ്സിനെ പോലൊക്കെ റൗണ്ട് യെല്ലോ പാരന്റ് ആയിരുന്നു, റിങ്കിൾഡ് ഗ്രീനും പാരന്റ് ആയിരുന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരന്റൽ ടൈപ്പ് പ്രോജനീസ്. ഓക്കെ ആണല്ലോ. റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ് ആൻഡ് പാരന്റൽ ടൈപ്പ് പ്രോജനീസ്. റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ് ആൻഡ് പാരന്റൽ ടൈപ്പ് പ്രോജനീസ് ഇത് രണ്ടുമാരുമാണ്. 2 ടൈപ്പാണ് നമുക്ക് കിട്ടുന്ന പ്രോജനീസ്. നമുക്ക് 2 പറയാം. ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്ത പാരന്റ്സിനെ പോലത്തെ കുഞ്ഞുങ്ങളെ പാരന്റൽ ടൈപ്പ് പ്രോജനീസും നമുക്ക് കിട്ടിയ പുതിയ കോമ്പിനേഷൻ. അതായത് ഈ റൗണ്ടും ഈ ഗ്രീനും കൂടി വന്നു, ഈ റിങ്കിൾഡും ഈ യെല്ലോയും കൂടി വന്നു, കമ്പൈൻ ചെയ്ത് വന്നു. കമ്പൈൻ ചെയ്ത് വന്നതിനെ നമ്മൾ വിളിക്കും റീകോമ്പിനന്റ് പ്രോജനീസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ എത്ര ടൈപ്പ് ഗ്യാമീറ്റ് കിട്ടും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയുകയാണ്. എത്ര ടൈപ്പ് ഗ്യാമീറ്റ് ആണ് വരുന്നത് നമ്മൾ പറയാൻ പോവുകയാണ്. ഓക്കെ.